എങ്ങോട്ട് പോണ് രണ്ടും കൂടി? നിനക്ക് മസാല ദോശ കഴിക്കാനും പച്ചമാങ്ങ തിന്നാനൊക്കെ തോന്നുന്നു പറഞ്ഞിട്ടുള്ളതാണോ? എന്റെ ജീവിതം ഇനി ഇങ്ങനെയാണ് ലീല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്തിക്കൂടെ ലീല? പറ്റുമെങ്കിൽ അപ്പുറത്തെ സിയോണെല്ലാം പോയി താമസിക്കാം കുറച്ച് ദിവസത്തേക്ക്. പരിചയമുള്ളൊരു ആളല്ലേ താങ്കളുടെ? ഇതെന്താ പറഞ്ഞു തീർന്നില്ല. തേങ്ങാക്കര എന്താടാ 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 പന്ന കഴിവറ മോനെ. എന്താ സുഖം? സുഖത്തിന്റെ രണ്ടും ഉണ്ടല്ലോ. എങ്ങോട്ട് പോണ്? എങ്ങോട്ട് പോണ് രണ്ടും കൂടി? എന്തിന്? എല്ലാ ആര് തേടി? ആര് തേടി എന്നെ? പിന്നെ എന്താ പറയണേ? உங்க அப்பா கிட்ட போய் ஜோதி ஒயிட் ஆரா அது போல நான் உண்டு என்ன எதுவும் செய்ய முடியாதுன்னு பாருங்க. വൈറ്റ് ആരെന്നാ? ஒயிட் ஹேர் വൈറ്റ് ഹെയർ. அவன் நேத்திக்கு வந்து ஏதோ பிரச்சனை ஆயிக்கியா அவன் கூட அவன் பறஞ்சான். அவன் എന്താ പറഞ്ഞേ? எங்களெல்லாம் தொட முடியாது. நான் சொன்னேன் எங்க அப்பா தான் எங்க வழியாளு, எங்க அப்பாவெல்லாம் தொடாம பாடில்ல. அதேதான் இவடையும் எங்களெல்லாம் எதுவும் செய்யாம பாடில்ல அப்படின்னு பறஞ்சான். അങ്ങനെ പറഞ്ഞാവേ? സത്യമാ പറഞ്ഞാ, ഞാൻ കള്ള പറയില്ല. നിന്റെ തന്ത ജയിലിൽ പോടി. ഞാൻ പോവില്ല, നിന്റെ തന്ത പോയാലും കേട്ടാടി. ഞാനൊക്കെ ഉരുട്ടെ വളർന്നാടി എന്റെ ഒരു സംസാരിക്കാൻ. കൊച്ചി പെണ്ണെ ഞങ്ങള് കത്തിയിലെടുത്തോന്നാ പറഞ്ഞത്. ഇല്ല ഇല്ല. എന്ത് വീഡിയോ? എടി ജയിലിൽ നിന്ന് ഞാൻ എപ്പോഴില്ല ഇറങ്ങും, മനസ്സിലായാ? നമ്മളെങ്ങനെയാണ് ഇതൊന്ന് കേറിയാണ് അലീനൊന്ന് കേറിയാണ് ഈ പിള്ളേരണ്ട അവിടെ കൊച്ചു പിള്ളേരെ. സണ്ണി സാറിന് ഇന്നലെ കൊണ്ടുപോയിട്ട് മദ്യം വല്ലതും കൊടുത്തായിരുന്നോ? എന്ത് പറഞ്ഞേ? സാറിനെ വിളിച്ചായിരുന്നു. എന്തോന്ന്? മാറിയില്ല. ഇന്നലെ കിട്ടിയ സെയിം സാധനം തിരിച്ചു വെച്ചാ? തലവേദനയാന്ന്. തലവേദന. അതിനാ ഞാനൊരു കാര്യം പറയാൻ പോകും. സീരിയസ് ആണ്. പാവാണ് സാറേ. സാറാ? എന്താ സാറെന്ന് വിളിക്കണ്ട, സാറെന്ന് വിളിക്കണ്ട. ഇറ്റ്സ് ഓക്കെ. ഞാൻ വല്ല ഇപ്പൊ ഈ ഹെൽപ്പ് എന്ത് എനിക്കിഷ്ടമല്ല പമ്പിൽ. ഞാൻ ഇപ്പൊ കേറാറില്ല, എനിക്കിഷ്ടമല്ല അങ്ങോട്ട്. എന്താ പമ്പി കയറിയാ? അതിന്റെ അകത്തൊന്നും വല്ല കാശും എല്ലാം കുറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അടിച്ച് ഞാൻ മൂക്ക് പരത്തി. അതിന് ഒരണ കുറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ. പിന്നെ ഇവിടെ നടക്കണത് യുദ്ധമായിരിക്കും ഇപ്പഴേ പറയാം. ഞാനിപ്പോ ചോദിക്കുന്ന ഓക്കെ. അതെ, ഈ നമ്മളെ റെന്റഡ് സണ്ണില്ലേ, റെന്റഡ് സണ്ണ് എനിക്ക് കൺഗ്രേറ്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. നിനക്ക് മസാല ദോശ കഴിക്കാനും പച്ചമാങ്ങ തിന്നാനൊക്കെ തോന്നുന്നു പറഞ്ഞിട്ടുള്ളതാണോ? ഞാൻ പറയേണ്ടതല്ലേ, എന്തിനാ അവൻ പറഞ്ഞത്? അല്ല ഇത് ഞാനല്ല, ആരെന്നാണ് ചോദിക്കാൻ വന്നേ. അല്ല ഉത്തരവാദി ആരെന്നത്? ചെറുതായിട്ട് എനിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ തോന്നി. ഇങ്ങനെ അനാവശ്യമൊക്കെ പറയുന്നത് എന്തിനാ? അല്ല അതാണ് എനിക്ക്, ഞാൻ കാരണമല്ലല്ലോ എന്നുള്ള ഇതിൽ പറഞ്ഞു. ഞാൻ ഒന്നും വാങ്ങി തന്നില്ലല്ലോ കഴിക്കാൻ. ഇല്ല, ഞാൻ വാങ്ങിയതായിരിക്കും. ആയിരിക്കുമല്ലോ. എന്താ
എന്ത് 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 എന്താ അത് ബാക്കിൽ ലൈറ്റ് കണ്ടപ്പോ നോക്കിയതാണ്. എല്ലാ ബാക്കിലെ ലൈറ്റ് നോക്കൂ. എല്ലാ ബാക്കിലെ ലൈറ്റ് നോക്കൂ. എന്നാ ഈ ലൈറ്റ് നോക്കടാ നീ. ഈ ലൈറ്റ് നോക്ക്. അത് കണ്ടതാണ്. എന്നാ അവിടെ പോയി നോക്കിയില്ല പോ. കഴിയാതെ പോലീസിനെ നോട്ടോണ്ട് ഇപ്പൊ കേട്ടെ ആണെങ്കിൽ ആണെങ്കിയൊന്നുമില്ല. ഇങ്ങനെ കൊറേ കിട്ടിയല്ലേ. ഇന്നലെ എന്തൊക്കെയോ കിട്ടിന്നറിഞ്ഞു. പറയാം ഹലോ ബ്രോ. ഹലോ ഹലോ ബ്രോ, പേരെന്താ? റെക്സ്. ആരാ? റെക്സ്. ബ്രോ ഗ്യാങ്ങാ? അല്ല. അല്ലല്ലോ. ഇവനൊരു മുട ഉണ്ടല്ലോ അലീന. ആർക്കെനിക്കാ? ഏയ് ഒരു മുട ഉണ്ടല്ലോ എനക്ക്. ഞങ്ങ തീർത്താല തോന്നിയാ? തോന്നി. ഹലോ, നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താ? അതെ, എന്റെ പൊള്ള പേരെന്താ? അയ്യോ കാണലല്ല. തട്ടോക്കിട്ട് എങ്ങോട്ടാ? ഇതിനാ ഇത്ര ഒരുങ്ങുന്നേ? ജയിലിൽ കിടക്കാനല്ലേ? അതെ. കേസ് കഴിഞ്ഞോ? ഇത് സേഫ് തന്നെയാണ് ഇവിടെ. കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം. ഇവിടെ സേഫ് തന്നെയാണ്. ഇവിടെ നിന്നോണം. ആരെങ്കിലും പോലീസിൽ വന്ന് ഓടി വന്നിട്ട് പറയണം കേട്ടല്ലോ. പറയാം. ഇത് കൊള്ളാം. ഇത് വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റി ഇല്ലേ? പേടിയില്ലാത്ത നമ്മളെ പേടിപ്പിക്കല്ലേ പരിപാടി. നമ്മൾ ഇന്നലെ എടി നിനക്ക് എന്താണ് ഫാഷൻ എന്ന് പോലെ അറിഞ്ഞിടാത്ത ഈ 80s ജീവിച്ചിരുന്ന അവരൊക്കെ സംസാരിക്കരുത് നമ്മുടെ അടുത്ത്. മനസ്സിലായി? മാറുന്നില്ല. അറിയാണ്ട് പോലെ ഇടിച്ചു കൊന്നോളല്ലേ ദൈവം. ഇത് ഇടിക്കില്ല. മാറി ഫ്രണ്ടിൽ മാറി തളകെ. നല്ല പാൻ എന്താ? അലീന, എനിക്ക് ഈ കേസ് കഴിയുമ്പോ ഒരു കാര്യം പറയുന്നു. കേസ് കഴിഞ്ഞിട്ടാ? എന്താ ഇപ്പൊ പറഞ്ഞു? സർപ്രൈസാ. ഇപ്പൊ പറഞ്ഞു? അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടോട്ടെ. ഡ്രസ് ഇട്ടോട്ടെ. ഇത് മലേഷ്യൻ സ്റ്റൈലാണോ ഇതൊക്കെ? യുകെക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ഡ്രസ്, മറ്റേ ഹാർനസ് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. തന്തെടുത്ത ഡ്രസ്. വന്നോണ്ടിരിക്കേ മണി, ഞാൻ പിന്നെ സംസാരിക്കാം. കൊച്ചു കയറിയില്ലേ? ഹലോ ഡേ. ചന്ദ്ര, ഈ കേസ് കഴിയുമ്പോ ഹോസ്പിറ്റലിൽ പോണേ. വയറിളക്കോ? ചെറിയ എന്തൊരു ടെസ്റ്റ്. എന്തെങ്കിലും സണ്ണി സാറിനെ കാണുമ്പം ഒന്നും പറയല്ലേ പ്ലീസ്. നമ്മുടെ ഡോക്ടർ അത്, നമ്മുടെ ഫാമിലി ഡോക്ടർ അത്. പ്ലീസ് ഒന്നും പറയത്തില്ല. ഒന്നും പറയല്ലേ പ്ലീസ്.
സൂര്യ എങ്ക നിക്കറേങ്ക ബീച്ചില് അപ്പൊ മലയാളം പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ അലീന, ചിലപ്പോ നമുക്കിനി കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ആണോ ഈ ഒരാഴ്ച അപ്പൊ എവിടെ പോയിരുന്നു? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നലെ സിറ്റിയിലെ എൻറ്റയർ ഗവൺമെന്റ് എനിക്കെതിരെ തിരിഞ്ഞേക്കുകയാണ്. അത് വലിയ കാര്യമല്ലല്ലോ, നടന്നിട്ടുണ്ടല്ലോ ഇതുപോലെയൊക്കെ. അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു 3 ഡിപ്പാർട്ട്മെന്റ് എനിക്ക് നേരെ തിരിയുന്നത് ആദ്യമായിട്ടാ. നേരത്തെ PD മാത്രമായിരുന്നു, ഇപ്പൊ PD മാത്രമല്ല, DOJ, EMS. ഞാനിപ്പോ ചത്തെന്ന് വിചാരിച്ചോ? എക്സാമ്പിൾ, കണ്ണു തുറക്കുന്ന ഞാൻ ജയിലിലായിരിക്കും കാര്യമായിട്ട്. അപ്പൊ അത്രയും ഞാനൊന്ന് മരിക്കാൻ പോലും പാടില്ല. അപ്പൊ അത്രയും കെയർ ചെയ്തിട്ടാണ് ഞാൻ ഞാൻ നടക്ക ഇതുവഴിയൊക്കെ. ഞാൻ ഒന്ന് വീണ് കഴിഞ്ഞാൽ EMS എന്നെ പൊക്കുമെന്ന് എനിക്ക് തോന്നില്ല. അവന്മാര് പൊക്കുമായിരിക്കും, പൊക്കിയിട്ട് നേരെ പോലീസിനെ കൊണ്ടേ വരത്തുള്ളൂ. കാരണം അവന്മാർക്ക് അറിയാൻ പറ്റും ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നതെന്നൊക്കെ. സോ ഇനി എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു ലൈഫായിരിക്കും കുറച്ച് നാളത്തേക്ക് എൻ്റെ. അപ്പോ ഈ അല്ല അലീന, അല്ല അലീന, ഞാൻ പറയുന്ന കേക്കാദ്യം ഫുള്ള്. അപ്പൊ എന്റെ ഈ സിറ്റുവേഷനില് എന്നെ കിട്ടാതെ വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നിന്നെ കിട്ടിയാലും ഇല്ല അല്ല പ്രസവിക്കേണ്ടി വരും. പിന്നെ അതല്ലേ പറഞ്ഞ, എന്നെ കിട്ടിയില്ലെങ്കിൽ എന്തായാലും നിന്നെ സൂര്യനൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങും പോലീസ്. അവര് നിങ്ങളെ തേടി വരും, പ്രത്യേകിച്ച് നിന്നെ. മറ്റവൻ കൊച്ചെന്നെങ്കിലും പറയാം, അവൻ ചെറുതെന്നെങ്കിലും പറയാം, നിന്നെ എന്തായാലും തേടി വരും, നല്ലൊരു സംശയമില്ല, തേടി വരും. അപ്പോ എനിക്ക് സത്യം പറഞ്ഞ അലീന, എനിക്ക് ഈ ഒരു സിറ്റുവേഷനില് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്കെല്ലാം എന്റെ ജീവിതം ഇനി ഇങ്ങനെയാണ് ലീല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്തിക്കൂടെ ലീല? ഇത് ഞാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാ. ചാവാൻ കിടക്കുമല്ലോ. പിന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയാ ലീന. ഞാൻ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് അവരെ പറയുന്നത്, ബ്രാക്കറ്റിൽ ടെററിസ്റ്റ്. ഒരു ടെററിസ്റ്റിനെ അവര് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചേക്കും തോന്നുന്നുണ്ട് അലീന. ഇല്ല, അലീനക്ക് എന്നെക്കാട്ടിലും നല്ലൊരു ചെറുക്കനെ കിട്ടും അലീന. സൂര്യനെ ഒന്നും അറിയിക്കരുത്. ഇല്ല, ഇപ്പോഴും എന്റെ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം. സൂര്യനെ നന്നായിട്ട് നോക്കണം. എനിക്ക് അവരെയും കൂടെ കൊണ്ടുപോകും, അതാവുമ്പോ എനിക്ക് വേറെ ആരെയും കിട്ടി ജീവിക്കാലോ. മക്കളൊരു സമയം വരെ അമ്മയുടെ കൂടെയാണ് വളരേണ്ട അലീന. ആ സമയം കഴിഞ്ഞ് അവൻ അച്ഛനെക്കാളും വലിയവനായി. അങ്ങനെയല്ല, എന്റെ ലൈഫിൽ റിസ്ക് ആണ്. ഞാൻ കാരണം ആരെ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായി. ഞാൻ ഈ മിഷൻ കഴിഞ്ഞിട്ട് നീ പോലീസിനെ വിളിച്ചാടി? ഇല്ല
ആ ഇങ്ങനെ പേടിക്കണ്ടേ? പോലീസാന്ന് തോന്നുന്നു. എനിക്ക് പേടി. അതെ. ആ, ആ ആ. ഞാനീ മിഷൻ കഴിഞ്ഞിട്ട് വരുന്നവരെ സേഫായിട്ടിരിക്കണം. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. ഞാൻ എവിടെയാണെന്നോ എന്ത് പറഞ്ഞെന്നോ ഒന്നും അറിയത്തില്ല. ഇത്രേ അറിയാവുള്ളൂ, ചന്ദ്രനെ കാണാനില്ല. ചിലപ്പോ ഒരു ടെററിസ്റ്റിന്റെ ഗേൾഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോ നിന്നെ അവരെന്തെങ്കിലും ഉപദ്രവിക്കും. അതുകൊണ്ട് നീയും ഒന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. സൂര്യനെ കൊണ്ട് ഡാമേജ് പോട്ടെ. പറ്റുമെങ്കിൽ അപ്പുറത്തെ സിയോളെല്ലാം പോയി താമസിക്കാം കുറച്ച് ദിവസത്തേക്ക്. അവിടെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അവിടെ ഒരു മുതലാളി ഉണ്ട്. നമ്മുടെ ഒരു മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചങ്കും കമ്പനിയാ. അവിടെ പോയാൽ മതി, ജോലി തരും. സൂര്യയായിട്ട് അവിടെ സുഖമായിട്ട് കുറച്ച് ദിവസം ജീവിക്കാം. ചന്ദ്രന്റെ പേര് പറഞ്ഞാൽ മതിയോ? എന്റെ പേര് പറഞ്ഞാൽ മതി, ധൈര്യമായിട്ട് പറഞ്ഞോ. അവിടെ അവിടെ കുറച്ചുനാൾ എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. ചന്ദ്ര, ഞാനേ ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഥവാ പീഡിയെങ്ങാനും പിടിക്കുവാണെങ്കിൽ അതന്നെ അവര് കൊല്ലത്തില്ലേ, തൂക്കിക്കൊല്ലത്തില്ലേ? അതിനു മുന്നേ ഒരു പത്രം എഴുതി വെക്കാവോ, വിൽപത്രം? സൂര്യ എവിടത്തെ കോ ലീഡർ ആക്കാന്ന് ടിവിയിലെ. എനിക്ക് അവന്റെ ലൈഫ് എങ്കിലും എനിക്ക് നന്നായി കാണണം ചന്ദ്ര. ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നു. അതിനും ഭേദം എന്റെ ടിവിയില്, അതിനും ഭേദം എന്റെ അനിയന്മാർക്കെല്ലാവർക്കും ഞാൻ വിഷം കൊടുത്ത് കൊല്ലുന്നല്ലേ, ഞാൻ ചാവുന്നതിന് മുന്നേ. പിന്നാക്കെങ്കിലും ആ ഫോന്റെ പേരിൽ എന്തെങ്കിലും ഒരിത്, എന്തെങ്കിലും. എന്റെ പേരിൽ ഞാൻ ഇല്ലായിരുന്നു ഇത്ര നാള്, അതുപോലെ. അതിപ്പോ ഷൂട്ട് ചെയ്തവര് കൊല്ലൂലേ? തൊട്ടിനി എന്നെ ആരും അങ്ങനെ പെട്ടെന്ന് പിടിക്കൂല. നീ ഒന്ന് ഇതാവ്, ചില്ലാവ്. ഒരു പേടിയും വേണ്ട, പോയിട്ട് വാ. പമ്പൊക്കെ ഞാൻ നോക്കിക്കോളാം, ബ്ലാക്ക് മാഫിയ ഞാൻ നോക്കിക്കോളാം. ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാവരെയും നോക്കിക്കോളാം. പമ്പ് നോക്കിക്കോളാം. പോയിട്ടോ. എന്നാ എന്നെ കൂടെ നോക്ക് നീ. അത്രയ്ക്ക് ഇതാണെങ്കിൽ നിനക്ക് ബ്ലാക്ക് മഫിയിലെ പിള്ളേരെ നോക്കണം. എനിക്കറിയാം എന്റെ പമ്പും ബ്ലാക്ക് മഫിയിലെ പിള്ളേരെ നോക്കാൻ. അപ്പൊ അതിന് എല്ലാം പറഞ്ഞ പോലെ എന്നെ കാത്തിരിക്കണ്ട കേട്ടാ. ഇല്ല, ഞാൻ പോവാ. താഴെ ഗരാജ് ഉണ്ട്. ഹലോ ഹലോ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ എലി വിദ്യാലയുടെ താക്കോൽ തരാൻ പറ്റുമോ? തുപ്പിത്തരും ഞാൻ. പേടിക്കണ്ട, ടെൻഷൻ ഉണ്ടോ? നമുക്ക് വഴിയുണ്ടാക്കാം. ഹലോ ഹലോ, എന്റെ മൈൻഡ് എന്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. ഒന്ന് കറക്റ്റ് ആക്കി തരോ? ആക്ച്വലി ബ്രേക്കപ്പ് എന്നാണോ പറഞ്ഞത്, ബ്രേക്ക് എന്നാണോ പറഞ്ഞത്? ബ്രേക്കപ്പ് എന്നല്ലേ പറഞ്ഞേ. പറ എന്താ വിളിച്ചേ? இதுக்கப்புறம் நானும் அம்மாவும் உன் காரியத்துல இடப்பட மாட்டோம்.
ആ அதுக்கப்புறம் ഹായ് ദേ, ദേ, ഫൈൻ. ദേ. അല്ല എനിക്കറിയാം പണ്ടോട്ട് നമ്മള് കമ്പനിയാണ്. അല്ല അല്ല അതല്ല നമ്മള് നമ്മള് വേറൊരു കാര്യത്തിൽ പോണം. അപ്പൊ വണ്ടിയൊക്കെ ഓണാക്കി വണ്ടി ഒന്ന് ഓഫാക്കി ഇടുമെന്ന് വെച്ചാൽ പെട്രോൾ തീരാതിരിക്കാൻ വേണ്ടിട്ടേ. ആണോ? ആ ഒന്ന് ഓഫ് ചെയ്ത് നിഞ്ചെ വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് പെട്രോൾ തീരും. അതെ ആ പറ. அப்ப அம்மா எல்லாமே சொன்னாங்கப்பா. ആ நானும் அம்மாவும் இதுக்கு மேல உன் காரியத்தில் ஈடுபட மாட்டோம்ப்பா. ആ അതാണ് സൂര്യ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളും സഫർ ചെയ്യേണ്ടി വരും ഇപ്പം എൻ്റെ കൂടെ. അതെനിക്ക് ഇഷ്ടമല്ല. அப்ப அது எது பிரச்சனை இல்ல. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. இல்லப்பா எனக்கு ரொம்ப விஷமப்பா. വിശന്നെങ്കിൽ വല്ല കഴിക്കണം. அல்ல நாளை யார்கிட்ட எல்லார்ட்டையும் இத்தனை ദിവസം எங்க அப்பா பேரு சந்திரபோஸ், அம்மா பேரு அலினா, அது போல பறிஞ்சு சுத்தி இருந்தேன். എന്താ ഇത്? என்னன்னு பறையும் ഹലോ? എന്താ ഇത്? വണ്ടി ആയിരത്തോണ്ട് ഒരു ടയർ എടുത്തു. ഗുഡ്. സംസാരിക്കാം. ആ ആ ആ ആ പറ. அதான் இப்ப அம்மா வந்து அது ஒண்ணு இல்லப்பா. அம்மா வேற எதுவும் പറയല. உன்கிட்ட ஒரு விஷயம் அம்மா പറയணும். அது என்னன்னு ചോദി. ഫൈനലാ അതിനാச்சும் ചോദിച്ചിട്ട് പോ. அம்மா ஒரு സീരിയസാன മാറ്റർ ഉன்கிட்ட சொல்லணும். அது உன்கிட்ட ஒண்ணும் പറയല. എനിക്ക് ഇപ്പൊ ഒരു കാര്യം കേൾക്കാനുള്ള ത്രാണിലല്ല സൂര്യ. ഇപ്പൊ എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ നോക്കാണ്ട്. ഇപ്പൊ എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഇപ്പൊ എൻ്റെ അടുത്തൊന്നും പറയല്ലേ ദയവ് ചെയ്ത്. പിന്നെ സംസാരിക്കാം എന്തുണ്ടെങ്കിലും. ഹലോ ഹലോ ആ എന്താ ഓ ഓ അപ്പോൾ എന്താ പറയാൻ വന്നില്ലേ? അതെന്തായാലും ഇപ്പം പറയണ്ട. അത് മനസ്സിൽ തന്നെ വെച്ചേക്ക് എന്തായാലും കേട്ടാ. എനിക്ക് എന്നെ ബാക്കിലോട്ട് വലിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ വയ്യ സൂര്യ. എന്താണെങ്കിലും ഞാൻ പോയിട്ട് വരാം. ചെറുക്കൻ്റെ സീരിയൽ തെണ്ടി. ദൈവമേ.